ദേഷ്യം വരുവോളം അടിച്ച ശേഷം എന്താ അവർ ചെയ്ത കുറ്റം? കള്ളു കുടിച്ചിട്ട് റോഡിൽ കിടന്നതോ? എന്താ അവർ ചെയ്ത കുറ്റം? ഭവനം കയറി ആക്രമിച്ചതോ? എന്താ അവർ ചെയ്ത കുറ്റം? റോഡ് തടഞ്ഞ് സമരം ചെയ്തതോ? എന്താ അവർ ചെയ്ത കുറ്റം? അവർ ചെയ്തത് സത്യസുവിശേഷം പറഞ്ഞു. അവർ ചെയ്തത് രോഗികളെ സൗഖ്യമാക്കി. അവർ ചെയ്തത് പിശാച് ബാധിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ സൗഖ്യമാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അവർ ശിക്ഷ അനുഭവിച്ച് ഇതാ തടവിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കാരാഗ്രഹ പ്രമാണിയോട് ഒരു വാക്ക് പറഞ്ഞു, പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇവരെ. അതുകൊണ്ട് അകത്തെ തടവറയിലാക്കി അവരെ ആമത്തിലിട്ട് പൂട്ടി. ഇന്നത്തെ ജീവിത രീതിയിലാണെങ്കിൽ നമുക്ക് എതിരെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ വാട്സപ്പ് ഉണ്ട്, വീഡിയോ ഉണ്ട്, ഫേസ്ബുക്ക് ലൈവ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, പ്രതികരിക്കാൻ സഭയുണ്ട്, ആളുകൾ ഒട്ടേറെയുണ്ട്. പക്ഷെ അന്ന് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കൂട്ടായ്മയും ഇല്ല. അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവർക്ക് വേണ്ടി എഴുന്നേക്കാൻ ഒരു അഡ്വക്കേറ്റ് ഇല്ല. അവർക്ക് വേണ്ടി ഇടനിലക്കാൻ ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ആരുമില്ല എന്നാ അധിപതികൾ ചിന്തിച്ചത്, ആരുമില്ല എന്നാ കാരാഗ്രഹമാണ് ചിന്തിച്ചത്. പക്ഷെ അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായി. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും മക്കദോനിയയിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു. എല്ലാ ദിവസവും ഉണർവ് യോഗങ്ങൾ, എല്ലാ ദിവസവും അത്ഭുത പ്രവർത്തികൾ, എല്ലാ ദിവസവും സുവിശേഷ യോഗങ്ങൾ, എല്ലാം പ്രതീക്ഷിച്ച് വന്നവരിതാ അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ഒതുക്കപ്പെട്ടു പോയി. ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ചിന്തകൾ മാറി, പ്രതീക്ഷകൾ മാറി, ജയിലിന്റെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു. ആരും തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനില്ല. ഇനി എങ്ങനെ പുറത്തിറങ്ങും, എന്ന് പുറത്തിറങ്ങും, ആര് തങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, നീതി നടപ്പാകുമോ ഒന്നും അറിയില്ല. അങ്ങനെ നടക്കുന്ന ഒരു അർദ്ധരാത്രി ഇവിടെ കേൾക്കുന്ന പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഈ അർദ്ധരാത്രിയുടെ അനുഭവം നമുക്കും ഉണ്ടാകാം. എല്ലാവരും തൊട്ടടുത്ത ആളുകൾ, തൊട്ടടുത്ത ചില വേദനകൾ വരുന്നത് എപ്പോഴാണെന്ന് ഈ സാധാരണ രോഗം വരുന്നത് രാത്രിയൊക്കെ പലപ്പോഴും വരുന്നത്. ചില പ്രശ്നങ്ങൾ വരുന്നത് രാത്രിയാണ് വരുന്നത്. ചിലപ്പോൾ ആരും സഹായിക്കണ്ടാവില്ല, വണ്ടി എടുക്കാൻ പോലും ആരുമില്ല, കൂടെ വിളിക്കാൻ, കൂടെ നിർത്താൻ, ഒന്ന് വിളിച്ചു പറയാൻ ആരുമില്ല. നിസ്സഹായരാകുന്ന സമയങ്ങൾ വരാം. അർദ്ധരാത്രിയിൽ ആരോട് ചോദിക്കും, ആരോട് പറയും? പക്ഷെ പൗലോസ് എന്ത് ചെയ്യുന്നറിയാമോ? ശീലാസ് എന്ത് ചെയ്യുന്നറിയാമോ? പരാതി പറഞ്ഞ്, അയ്യോ തങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞ സ്വപ്നമൊക്കെ തെറ്റിപ്പോയല്ലോ, പിശാച് കാണിച്ച സ്വപ്നമാണോ ഇത്? അല്ലല്ല, തങ്ങളെ അയച്ച കർത്താവിൽ പൂർണ്ണ വിശ്വാസമുള്ള പൗലോസും ശീലാസും ആ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി.